തിരക്കേറിയ ജീവിതത്തിനിടയിൽ നിന്ന് ഞാൻ സമാധാനം തേടുകയാണ്. അതെ, എ മൊമെന്റ് ടു നറിഷ് മൈ സോൾ. ആരോഗ്യത്തിനൊപ്പം സൗന്ദര്യവും. സമഗ്രമായ ആരോഗ്യത്തിൻ്റെയും സൗന്ദര്യത്തിൻ്റെയും പുതിയ തുടക്കത്തിനായി മട്ടാഞ്ചേരിയിൽ സ്ഥിതി ചെയ്യുന്ന ആയുർസ്പർശ് ആയുർവേദ ഹോസ്പിറ്റൽ നിങ്ങളേവരെയും സ്വാഗതം ചെയ്യുന്നു. എറണാകുളം ജില്ലാ ലൈബ്രറി കൗൺസിൽ ജില്ലാ സെമിനാർ സംഘടിപ്പിച്ചു. എറണാകുളം ജില്ലാ ലൈബ്രറി കൗൺസിലിന്റെ ഈ വർഷത്തെ ജില്ലാ സെമിനാർ തോപ്പുംപടി കാത്തലിക് സെന്ററിൽ വെച്ച് സംഘടിപ്പിച്ചു. എറണാകുളം ജില്ലയിലെ 7 താലൂക്കിൽ നിന്നായി ഏകദേശം 500ഓളം പേർ സെമിനാറിൽ പങ്കെടുത്തു. കൊച്ചി MLA KJ മാക്സി സെമിനാർ ഉദ്ഘാടനം ചെയ്തു. എറണാകുളം ജില്ലാ ലൈബ്രറി കൗൺസിൽ പ്രസിഡന്റ് ഷാജി ജോർജ് അധ്യക്ഷനായി. ജില്ലാ സെമിനാർ സംഘാടക സമിതി കൺവീനർ KP സെൽവൻ സ്വാഗതം പറഞ്ഞു. മുൻ MLA ജോൺ ഫെർണാണ്ടസ്, ജില്ലാ ലൈബ്രറി കൗൺസിൽ പ്രഥമ പ്രസിഡന്റ് MA സദാനന്ദൻ അനുസ്മരണ പ്രഭാഷണം നടത്തി. ആലുവ UC കോളേജ് പ്രിൻസിപ്പൽ മിനി ആലിസ്, പ്രശസ്ത സാഹിത്യകാരൻ വിക്ടർ ഹ്യൂഗോയുടെ പാവങ്ങൾ പരിഭാഷയുടെ 100 വർഷങ്ങൾ എന്ന വിഷയത്തിൽ മുഖ്യപ്രഭാഷണം നടത്തി. സെമിനാറിൽ സിന്ധു ഉല്ലാസ് കസ്തൂർബ ഏകപാത്ര നാടകവും OA സുധീറിന്റെ നേതൃത്വത്തിലുള്ള ഗായക സംഘം ONV ചലച്ചിത്ര ഗാനങ്ങളുടെ അവതരണവും നടത്തി. സെമിനാറിന്റെ മുഖ്യ വിഷയവുമായി ബന്ധപ്പെട്ട് എറണാകുളം ജില്ലാ ലൈബ്രറി കൗൺസിൽ എക്സിക്യൂട്ടീവ് അംഗം TR വിനോയ് കുമാർ, കൊച്ചി താലൂക്ക് ലൈബ്രറി കൗൺസിൽ പ്രസിഡന്റ് KS രാധാകൃഷ്ണൻ എന്നിവർ സംസാരിച്ചു. എറണാകുളം ജില്ലാ ലൈബ്രറി കൗൺസിൽ വൈസ് പ്രസിഡന്റ് രാജി പോൾ യുദ്ധവിരുദ്ധ സന്ദേശ പ്രതിജ്ഞ ചൊല്ലിക്കൊടുത്തു. എറണാകുളം ജില്ലാ ലൈബ്രറി കൗൺസിൽ സെക്രട്ടറി PG സജീവ് വിജ്ഞാന വികസന സദസ്സ് പദ്ധതി വിശദീകരണം ചെയ്തു. ഈ വർഷത്തെ ഏറ്റവും മികച്ച താലൂക്കായി കൊച്ചി താലൂക്ക് ലൈബ്രറി കൗൺസിലിനെയും ഏറ്റവും മികച്ച ലൈബ്രറിയായി എളമക്കര യുവകലാ തരംഗ് ലൈബ്രറിയും തിരഞ്ഞെടുത്തു. യോഗത്തിൽ കൊച്ചി താലൂക്ക് ലൈബ്രറി കൗൺസിൽ സെക്രട്ടറി S സന്തോഷ് കുമാർ നന്ദി രേഖപ്പെടുത്തി. നമ്മുടെ സാംസ്കാരിക സാമൂഹ്യ മണ്ഡലം ഇപ്പോൾ അനുഭവിച്ചു വർത്തമാനകാല സാംസ്കാരിക സാമൂഹ്യ പ്രശ്നങ്ങളോട് ഇത്ര ചടുലമായി പ്രതികരിച്ചൊരു സന്ദർഭമുണ്ടാകി. കേരളത്തിലെ എല്ലാ ലൈബ്രറികളെയും വളരെ സജീവമാക്കിക്കൊണ്ടാണ് ഇത് മുന്നേറുന്നത്. അതിൻ്റെ സർഗപരമായ കഴിവുകളെ കുറിച്ചിട്ട് മുന്നേറുന്നതിൻ്റെ തെളിവാണ് നമുക്ക് ഈ ചടങ്ങ് ആരംഭിക്കുന്നതിന് മുമ്പ് ഏറ്റവും കൃത്യമായി ഇവിടെ അവതരിപ്പിക്കപ്പെട്ട ഏകാംഗ നാടകം. ഓരോ ലൈബ്രറി പ്രസ്ഥാനവും അതിൻ്റെതായ ശേഷി ഏറ്റവും സജീവമായി നിർഭയമായ
ശരിക്കും ഇംഗ്ലീഷ് ടെക്സ്റ്റ് ബുക്കിൽ പാവങ്ങളുടെ ഒരു ചെറിയ ഭാഗം ആദ്യ ഭാഗം പഠിച്ചിട്ടുണ്ട്. സ്വാഭാവികമായി നമ്മൾക്കെല്ലാം അറിയാം, നമ്മളുടെ എല്ലാം മനസ്സിലുള്ളത് പാവങ്ങളുടെ ആദ്യത്തെ 3-4 അധ്യായങ്ങളായിരിക്കും. അത് എൻ്റെ മനസ്സിൽ ഒരു ചെറിയ കുട്ടിയിലുണ്ടാക്കിയ ആകാംക്ഷയാണ് അത് വായിക്കുവാനായിട്ട് എന്നെ പ്രേരിപ്പിച്ചത്. പക്ഷെ ആ വായനശാലയുമായി എനിക്കൊരു രക്തബന്ധമുണ്ട്. എൻ്റെ പിതാവാണ് ആ നാട്ടിലെ ലൈബ്രറി ആരംഭിക്കുവാൻ വേണ്ടി ഉള്ള ശ്രമങ്ങൾ ചെയ്യുന്നത്. മാത്രമല്ല, ലൈബ്രറി പൂട്ടിപ്പോകുന്ന ഒരു സാഹചര്യത്തിൽ നാട്ടുകാരെ കൊണ്ട് പുസ്തകം വായിപ്പിക്കുക എന്നൊരു കർത്തവ്യം ആ നാട്ടിലെ അധ്യാപകനായിരുന്ന എൻ്റെ പിതാവ് വീടാന്തരം തോന്നി മനുഷ്യർക്ക് പുസ്തകങ്ങൾ കൊടുത്ത് വായിപ്പിച്ചിരുന്ന ഒരു കാലം എൻ്റെ മനസ്സിലുണ്ട്. എന്തുകൊണ്ട് വീണ്ടും നമ്മൾ ചർച്ച ചെയ്യുന്നു എന്ന് പറഞ്ഞാൽ അതിന് കാരണം തന്നെ ഈ കാലഘട്ടം സമാനമായ മാറ്റങ്ങളൊന്നുമില്ലാതെ അത് നിർമ്മിക്കുന്നു എന്ന് തന്നെയാണ്. യുദ്ധം ആ നോവലിന്റെ ഒരു പ്രധാന സംഭവമാണെന്ന് നിങ്ങൾക്കറിയാം. നെപ്പോളിയൻ നടത്തുന്ന വാട്ടർലൂ യുദ്ധം മുതൽ നിരവധി ദുഃഖങ്ങൾ വിവരിച്ച് കാണിക്കുന്നു. നെപ്പോളിയന്റെ ജനറലായിരുന്ന തന്റെ അച്ഛനെന്ന് യുദ്ധഭൂമിയിലൂടെ നടക്കുമ്പോൾ കെട്ടിത്തൂക്കിയ ശവശരീരങ്ങൾ കണ്ട് അദ്ദേഹം വല്ലാതെ ആകുലചിത്തനാണ്. ആ ദുഃഖത്തിന്റെ അനുഭവങ്ങൾ മുഴുവൻ നോവലിലൊക്കെ ആവാഹിക്കുമ്പോൾ ദാരിദ്ര്യത്തെ കുറിച്ച് പറയാൻ, ദാരിദ്ര്യത്തിന്റെ കഷ്ടതകളെ കുറിച്ച് പറയാൻ, അല്ലെങ്കിൽ സ്ത്രീകളെ കുറിച്ച് സംസാരിക്കാൻ ഈ നോവൽ കർത്താവ് ഒരു ഉഗ്രമായ താല്പര്യം പ്രകടിപ്പിക്കുന്നു എന്നുള്ളത് ആ നോവലിന്റെ ഏറ്റവും വിശിഷ്ടമായ കാര്യം തന്നെയാണ്. നോവലിന്റെ അവസരം അദ്ദേഹം നൽകി. ഇത്തരം കാര്യങ്ങൾ പൊതുസമൂഹത്തിൽ ഉണ്ടാക്കിയിട്ടുള്ള വലിയ ഇടപെടലും മാറ്റങ്ങളും നമുക്ക് പ്രത്യക്ഷത്തിൽ കാണാൻ കഴിയും. അതിന് ഉദാഹരണം ഞാൻ പറയാം. നമ്മുടെ സംസ്ഥാനം പട്ടിണി കിടക്കുന്ന മനുഷ്യരില്ലാത്ത ഒരു സംസ്ഥാനമായി കേരളം മാറാൻ കഴിയുന്നതാണ് ഉണ്ടാവുന്ന എല്ലാ പ്രശ്നങ്ങളും വിഷയത്തിന്റെ അടിസ്ഥാനത്തിൽ ഉണ്ടാകുന്നതാണ്. ആ നോവലിനെ വായിച്ചിട്ടുള്ളവർക്കും ഇത് പൂർണ്ണമായി വായിക്കുന്നവർക്ക് മനസ്സിലാക്കാൻ കഴിയുന്നതാണ്. പട്ടിണിയില്ലാത്ത നാടായി നമ്മുടെ നാടിനെ മാറ്റാൻ കഴിയുന്നതാണ് ഏറ്റവും പ്രധാനം. അത് അത്തരം പ്രവർത്തനങ്ങളാണ് നടക്കേണ്ടത്. അത്തരം പ്രവർത്തനങ്ങളിലെ നമ്മുടെ കൊച്ചു കേരളത്തിൽ നന്നായി ഇടപെടാൻ കഴിഞ്ഞു. ഈ നോവൽ വായിക്കുമ്പോൾ, ഈ നോവലെ പറ്റി മനസ്സിലാക്കുമ്പോൾ എൻ്റെ മനസ്സിൽ തോന്നിയ ആദ്യ കാരണമാണ് ലൈബ്രറി കൗൺസിൽ അതിൻ്റെ പ്രവർത്തനങ്ങളുമായി ഏറ്റവും നന്നായി മുന്നോട്ട് പോവുകയാണ്. ലൈബ്രറി കൗൺസിലിന്റെ പ്രവർത്തനങ്ങൾ പുതിയ കാലഘട്ടത്തിൽ വീണ്ടും വീണ്ടും സജീവമായി വരേണ്ട ഒരു കാലഘട്ടമാണ്. ഷാജി പ്രസിഡന്റ് സൂചിപ്പിച്ചു. അതിൻ്റെ പോരായ്മയുടെ കാര്യങ്ങളല്ല. ഒരു ഘട്ടത്തിൽ ഡിജിറ്റൽ മേഖലയിലേക്ക് കടന്നു വന്നപ്പോൾ വാഴയിൽ നിന്ന് എല്ലാവരും പുറകോട്ട് പോയി എന്നുള്ള ഒരു ധാരണ ഉണ്ടായിരുന്നു. എന്നാൽ അതിലേക്ക് വീണ്ടും വീണ്ടും വരികയാണ്. നിയമസഭാ ലൈബ്രറി കമ്മിറ്റി അംഗമാണ്. നിയമസഭാ ലൈബ്രറി എപ്പോഴും കമ്മിറ്റി കൂടുമ്പോൾ പുതിയ ബുക്കുകൾ വായിക്കുന്ന കാര്യത്തിലും പിടികൊടുക്കുന്ന കാര്യത്തിലും ഇപ്പോൾ ഫെർണാണ്ടസ് നേരത്തെ എം എൽ എ ആയിരിക്കുമ്പോഴാണ് അദ്ദേഹം ഇതിന്റെ ചെയർമാൻ. ന്യൂസ് ബ്യൂറോ, എറണാകുളം.